ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടന്ന മോക്ക് പോളിംഗിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന ആരോപണം തെറ്റെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും ഒളിക്കാനില്ലെന്നും കമ്മീഷൻ. കേരളത്തിലെ മത്സരം LDFും നിലപാടില്ലാത്ത UDFും തമ്മിലെന്ന മുഖ്യമന്ത്രി. UDFിന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ നിലപാടില്ല. BJP കൂടുതൽ അപ്രസക്തമാകുമെന്നും മുഖ്യമന്ത്രി. KK ശൈലജയ്ക്കെതിരെ അശ്ലീല പോസ്റ്റ് ചമച്ച കേസിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിക്കെതിരെ കേസ്. ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് ഇകഴ്ത്തി കാണിച്ചെന്ന് FIR. പ്രതിക്കെതിരെ കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ. കേരളത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്രയും ഫലവത്താവില്ലെന്ന് സീതാറാം യെച്ചൂരി. ദൂരദർശന്റെ ലോഗോ മാറ്റിയത് ബോധപൂർവം. നാളെ ചിലപ്പോൾ ദേശീയ പതാകയുടെ നിറം പോലും കാവ്യാക്കുമെന്നും യെച്ചൂരി. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദിനെതിരെ കേസ്. കേസിനാസ്പദമായത് കോഴിക്കോട് MK രാഘവന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ നടത്തിയ പ്രസംഗം. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ VD സതീശൻ 150 കോടി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി വിജിലൻസ് കോടതി. ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമെന്നും തെളിവില്ലെന്നും കോടതി. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം നടന്നു. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറന്നു. പൂരം നാളെ. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ രാമനവമി ഘോഷയാത്രയ്ക്കിടെ സ്ഫോടനം. 20ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരമെന്ന റിപ്പോർട്ട്. തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ബൽറാം മട്ടന്നൂർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഓർമ്മയായത് കളിയാട്ടമടക്കമുള്ള സിനിമകളുടെ തിരക്കഥാകൃത്ത്. പരിശീലനത്തിനിടെ പരിക്കേറ്റ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി. പാരീസ് ഒളിമ്പിക്സ് എന്ന സ്വപ്നം അവസാനിച്ചതായി ശ്രീശങ്കർ Xൽ. തിരിച്ചടി അതിജീവിക്കുമെന്നും താരം. കൂടുതൽ വാർത്തകൾക്കായി ETVBharat.com സന്ദർശിക്കുക.